കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വളർന്നു വരുന്നൊരു കിങ് ആണ്. അതായത് ഒരു കൊച്ചു കുരിപ്പാണ് എന്നോടൊപ്പം ഉള്ളത് അയാൻ. ഐഫോൺ ഇവിടെ നമ്മുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പലതരം വെറുപ്പീല കണ്ടിട്ടുണ്ട്. ഇത് ഒന്നൊന്നര വെറുപ്പീലാ പോയി. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഇതിടെ വല്ലം തെറ്റി. ഭംഗിയല്ലേ? പിന്നെ കാണാൻ കൊള്ളൂലേ? പിന്നെ സുന്ദരിയല്ലേ? ഓ ഡ്രൈവേ പോലെ ഇപ്പം കൂടി പല്ലി കിടക്കണ്ട ട്രാക്ക് കണക്കി കിടക്കുന്നു. ആ ഫോട്ടോ കണ്ടപ്പോ വേറെ ആളെ കണക്കി ഹോട്ടൽ ഏത് ഫോട്ടോ കണ്ട? ഒരു പച്ച ഉടുപ്പിടിങ്ങനെ അതില് വേറെ കണ്ടോ? വേറെ ആളെ പോലെ തോന്നിയോ? നേരിട്ട് വേറെയാണോ? ആ നേരിട്ട് വേറെ ഫോട്ടോ ആണോ നേരിട്ടാണോ കൊള്ളാവുന്നേ? ഫോട്ടോയിലേക്ക് അപമാനിച്ചെങ്കി ഞാൻ പോയിക്കോട്ടെ. നീ എന്നാലും ഗേൾഫ്രണ്ടിന്റെ പേര് പറഞ്ഞില്ല. ഞാൻ ഇതിനാ അവരെയൊക്കെ പേര് പറയുന്നത്. അപ്പൊ നേരത്തെ പലമുറല്ലേ? അയ്യേ അവന്റെ ചിരി നോക്കിയേ. ഇതിനൊക്കെ എന്നെ ഇഷ്ടമാണോ? അല്ലെങ്കിൽ അല്ലെന്ന് പറയണ ഇന്റെ അടുത്ത് ഇതുപോലെ ചോദിച്ചോളൂ. ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും റീസൺ വേണ്ടേ? ചോക്ലേറ്റ് ഒക്കെ പറഞ്ഞോ കരിമ്പൻകാട്ടിൽ ആനേറി. പക്ഷെ പഠിക്കാൻ മോശമാണെന്നാണല്ലോ ഞാൻ കേട്ടെ. വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യും, പക്ഷെ പഠിക്കത്തില്ല എന്നാ പറഞ്ഞ ടീച്ചർ. ആണോ? ഏറ്റവും കൂടുതൽ അയാൻ വേടന്റെ ഫാനാണെന്നാ. ആണോ? എന്തുകൊണ്ടാ വേടന് ഇത്ര ഇഷ്ടം? ഫസ്റ്റ് അവന്റെ നാടൻ പാട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ പാടിയപ്പോ എല്ലാം പാട്ടും കേട്ടിട്ട് കടലും ഉള്ളിച്ചെടി പോലെ ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലെ ഒരുത്തി ഒരു ഐഫോണിന്റെ സത്യമല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ പറയിപ്പിച്ച് അൾട്ര എന്ന് പറയുമ്പോ അട്ടയാക്കിയപ്പോ അതിങ്ങ് വൈറലായി. കഷ്ടപ്പാടാണ് വീഡിയോ എടുക്കാൻ. ഏകദേശം എത്ര ടൈം എടുക്കും ഒരു വീഡിയോ എടുത്ത് തീർക്കാൻ? ഒരു അരമണിക്കൂർ, ഒരു 15 സെക്കൻഡിലെ വീഡിയോ ആണെങ്കിൽ അരമണിക്കൂറെങ്കിലും കൊണ്ടുപോകും. ആണോ? ഒരു 2 വീഡിയോ നിർത്താനുള്ള 100 വീഡിയോ എങ്കിലും എടുപ്പിക്കും. മോന്റെ അച്ഛൻ മരിച്ചിട്ട് എത്ര നാളായി? 3 വർഷമായി. 3 വർഷമായി. ചെയ്യുന്നവർക്ക് കുറേ കമന്റ് ഇടുന്നുണ്ട്. കമന്റ് ഇടുന്നവർക്ക് അറിഞ്ഞോട് നമ്മളെ റിപ്ലൈ കൊടുക്കുന്നതെന്ന് അവന്മാർ എന്നിട്ട് തന്തക്കൊക്കെ വിളിക്കും. അപ്പൊ അത് ഭയങ്കര മോശമാണ്. കാരണം കുഞ്ഞല്ലേ, നമ്മൾ കാണിക്കത്തില്ല. കാരണം അച്ഛൻ മരിച്ചോണ്ട് അങ്ങനത്തെ മോനെ കളർ വെച്ച് കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ അക്കൗണ്ടൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അവരും വീഡിയോ ചെയ്യുന്നവരാണ്. അപ്പോഴത്തേക്ക് നിന്നെ ടോർച്ച് അടിച്ചാൽ കാണാൻ പറ്റുന്നുള്ളൂ, നിന്നെ കാണാൻ പറ്റില്ല, എന്തിനാ വീഡിയോ ചെയ്യുന്നത്, അങ്ങനെ കുറെ കമന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. നിങ്ങൾക്ക് വിഷമായിരുന്നു അങ്ങനെയൊക്കെ? കാരണം നമ്മള് കഷ്ടപ്പെട്ട് വീഡിയോ. ഹായ് ഹലോ, ഞാൻ ആമിന സലീം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വളർന്നു വരുന്ന ഒരു കിങ് ആണ്. അതായത് ഒരു കൊച്ചു കുരിപ്പാണ് എന്നോടൊപ്പം ഉള്ളത് അയാൻ. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെയൊന്നും ഇല്ലേ? വെക്കേഷൻ അല്ലേ? വെക്കേഷനായിട്ട് കളിക്കാൻ പോവും, അങ്ങനെ വീഡിയോ ചെയ്യും, അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. എന്തൊക്കെ കളിയാ കളിക്കുന്നേ? ഫുട്ബോൾ കളിക്കും. കൊച്ചിലെ ഫുട്ബോളുകാരനാണോ? ഫുട്ബോളിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള താരം ആരാ? നെയ്മറിനെയാണോ ഇഷ്ടം? എന്തുകൊണ്ടാ? അവന്റെ സ്കില്ല്. അയ്യാൻ എന്തൊക്കെ സ്കില്ലാ ഉള്ളേ ഫുട്ബോൾ കളിയില്? അങ്ങനൊന്നുമില്ല, കളിക്കുന്ന പോലെ കളിക്കും. എല്ലാരും കളി കണ്ടല്ലേ പഠിക്കുന്ന. അങ്ങനെ ഞാൻ അറിഞ്ഞത് അയാന്റെ കൂട്ടുകാരെന്ന് പറയുന്നത് എല്ലാം ചേട്ടന്മാരാണെന്നാണല്ലോ. ആണോ? ആണോ? അതെന്താ അങ്ങനെ? പണ്ടോട്ടെ അങ്ങനെ കമ്പനി ആയിപ്പോയി. ആണോ? അപ്പൊ അയാൻ മെച്ചൂരിറ്റി ഉള്ള ഒരാളാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പൊ എത്രാം ക്ലാസ്സിലായി? ഇനി 6ാം ക്ലാസ്സില്. ഇപ്പൊ 5ലായിരുന്നു അല്ലേ? ശരി. ഇപ്പൊ അയാനാണ് നാട്ടിൽ ഫേമസ് അല്ലേ? ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നു. എന്തൊക്കെയാ തോന്നുന്നേ ആൾക്കാരൊക്കെ തിരിച്ചറിയുമ്പോ? വളരെ സന്തോഷമൊക്കെ ഉണ്ട്. അത് പിന്നെ എല്ലാരും പറയുമ്പോ ഇതാണല്ലോ നമുക്ക് നമ്മളെ തിരിച്ചറിയുന്ന പറയാം. അത്രേ ഉള്ളൂ. എങ്ങനെയാ വീഡിയോ ഒക്കെ എങ്ങനെ ചെയ്യുന്നേ? ആരാ പറഞ്ഞിരുന്നു ഇതൊക്കെ? എന്റെ കൂടെ വീഡിയോ എന്നിട്ട് വൈഷ്ണവ് എന്ന് പറയുന്ന അണ്ണനാ. അങ്ങനെ ഇവിടെ ഇപ്പൊ ഉണ്ട്, അണ്ണ ഇവിടെ ഇപ്പൊ ഉണ്ട്. പേര് പറഞ്ഞല്ലേ? വൈഷ്ണവ് അണ്ണൻ, കിച്ചു അണ്ണൻ, പ്രണവ് അണ്ണൻ. അവര് 3 പേരേ ഉള്ളു. അവർ 3 പേരാണ് വീഡിയോ ചെയ്യാൻ പറഞ്ഞു തരുന്നത്. ഇതൊക്കെ കണ്ടന്റ് എല്ലാം ഉണ്ടാക്കുന്ന ചേട്ടന്മാരാണോ? ആണ്. മോൻ അതുപോലെ നിന്ന് കൊടുക്കും. എന്നാലും മോന് ചെയ്യണം എന്ന് എപ്പോഴാ തോന്നി തുടങ്ങി? എനിക്ക് ഒരു ചെറുക്കനുണ്ടായിരുന്നു പണ്ടിലെ ആരാണ്ട് ജട്ടി വയറിലായ
ആ ചെറുക്കനെ കാണാൻ എനിക്ക് അങ്ങ് ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് ഇതണക്കൊക്കെ ആവണമെന്നൊക്കെ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഈ ഇഷ്ടമുണ്ടെന്ന് പറയുന്ന അണ്ണൻ ഒരു ദിവസം എന്നെ വീഡിയോ കളിക്കാൻ വിളിച്ചു. അന്നേരം പറഞ്ഞ് ഒരു അട്ടയുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു. ആ വീഡിയോ ഫസ്റ്റ് പറഞ്ഞ അൾട്രേന്നാണ്, പിന്നെ അട്ടേന്നാക്കിയപ്പോ അങ്ങനെ വൈറലായതാ. ആ വീഡിയോ വൈറലായപ്പോ പിന്നീട് വീഡിയോസ് തുടങ്ങി. പിന്നെ ഏറ്റവും കൂടുതൽ വൈറലായ വീഡിയോ ഏതായിരുന്നു? അട്ടയും പിന്നെ കുറെ അത്യാവശ്യം വീഡിയോ ഉണ്ട്. എല്ലാ വീഡിയോയും വൈറലാണ്. ഇതൊക്കെ കണ്ടിട്ട് വീട്ടിലുള്ളവരൊക്കെ എന്താ പറയുന്നേ? പറയും അങ്ങനെയൊക്കെ ചെയ്യണം, അത് എന്ന് വെച്ചാൽ തെറ്റിലോട്ടൊന്നും പോവില്ലേ, കൊറേ എന്ന് വെച്ചാൽ വലിയൊരൊന്നും അങ്ങനെയൊന്നും അറിയില്ലെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് ഇപ്പൊ ഫുള്ള് റിയാക്ഷൻ വീഡിയോസ് ആണല്ലോ. ആണ് ആണ് ചെയ്തേലേ പറ്റൂ. ഇനി അടുത്ത കണ്ടന്റ് എന്തായിരിക്കും? റിയാക്ഷൻ കഴിഞ്ഞു, ഇനി അടുത്ത കണ്ടന്റ് എന്തായിരിക്കും? അതൊന്നും എനിക്കറിയില്ല, അവരല്ല പറയുന്നത്. അവര് പറഞ്ഞു തരും. സ്കൂളിലൊക്കെ പോകുമ്പോ അയാനാണല്ലോ ഫേമസ്. ടീച്ചറും ഫ്രണ്ട്സും ഒക്കെ എന്താ പറയുന്നേ? ഇതിന്റെ ഒരു ഫാനാണ് ടീച്ചറൊക്കെ അങ്ങനെയൊക്കെ പറയുന്നതാണ്. ഏതാണ്? അന്നേരം പറയും ടീച്ചർ പറയും നീ ഇങ്ങനെയൊക്കെ തന്നെ പഠിച്ചു വളരണം എന്നൊക്കെ പറയും, പഠിക്കണം എന്നൊക്കെ പറയും. പക്ഷെ പഠിക്കാൻ മോശമാണെന്നാണല്ലോ ഞാൻ കേട്ടെ. അതെ, വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യും, പക്ഷെ പഠിക്കത്തില്ല എന്നാ പറഞ്ഞ ടീച്ചർ. ആണോ? അതെന്താ? ആരാ പറഞ്ഞത്? ടീച്ചർ പറഞ്ഞല്ലോ എന്നോട്. ഏത് ടീച്ചർ? നിന്റെ ക്ലാസ് ടീച്ചർ. ക്ലാസ് ടീച്ചറിന്റെ പേര്? ടീച്ചറിന്റെ പേര് പറയല്ലേന്ന് എന്നോട് പറഞ്ഞു. അല്ല പറഞ്ഞു, ശരിക്കും പറഞ്ഞു, സത്യം പറഞ്ഞു. ഒരു കഷണ്ടിയുള്ള അത് തന്നെ, അവര് തന്നെ, അത് തന്നെ, സൂചപ്പ സാറ്. അറിയാ? പിന്നെ അല്ലാണ്ട് സാറാ എന്നോട് പറഞ്ഞേ നീ പഠിക്കത്തില്ല പക്ഷെ വീഡിയോസ് ഒക്കെ ചെയ്യത്തുള്ളൂന്ന്. ആണോ? അങ്ങനെയാണോ? അങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ ട്യൂഷനൊക്കെ പോകുന്നുണ്ട്. ജയിക്കും അപ്പോ? ജയിച്ചു. പിന്നെ എല്ലാരും ജയിപ്പിച്ച് വിടുവല്ലോ. ജയിച്ചാണ്. പക്ഷെ ഞാൻ കേട്ടത് ഏറ്റവും കൂടുതൽ അയാൻ വേടന്റെ ഫാനാണെന്നാ. ആണോ? എന്തുകൊണ്ടാ വേടന് ഇത്ര ഇഷ്ടം? ഫസ്റ്റ് അവന്റെ നാടൻ പാട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ പാടിയപ്പോ എല്ലാം പാട്ടും കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു. വേടന്റെ ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. വേടനെ കേസിന് പിടിച്ച സമയത്ത്. പിന്നെ വേടനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ റിയാക്ഷൻ വീഡിയോ അല്ലേ? പക്ഷെ അയാൻ അടിപൊളിയായിട്ട് പാട്ട് പാടും കേട്ടോ. ഏത് പാട്ടാ പാടുന്നേ? മോണോലോവ കേട്ടാലോ? പാടിത്തരുവോ? പാടിത്തരാം. പാടിക്കോ. ഒരുത്തി 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 കള്ള് കടലും ഉള്ളിച്ചെടി പോലെ ഒരുത്തി കണ്ണാടി നെഞ്ചില് കല്ല് വീണ പോലെ ഒരുത്തി മുന്തിരികള് കണ്ണു കൊണ്ടെന്നെ മയക്കി വെണ്ണക്കറുമ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങിന മരിച്ചു രണ്ടാം പിറവിയേ വെണ്ണക്കറുമ്പിയേ നിന്റെ കണ്ണിൽ കുരുങ്ങിന മരിച്ചു രണ്ടാം പിറവിയേ കുപ്പത്തൊട്ടില് മാണിക്കത്തിനെ കണ്ടുപിടിച്ചത്. അതിനുള്ളൂ. അടിപൊളിയാണല്ലോ. വേറെ എന്തൊക്കെ കഴിവുള്ള ഞാന്? പാട്ട് പാടും, പിന്നെ ഡാൻസ് കളിക്കും, പടമൊക്കെ വരയ്ക്കും അത്യാവശ്യം. സകലകല വല്ലഭനാ. പാട്ട് പാടും, ഡാൻസ് കളിക്കും, പടം വരയ്ക്കും അല്ലേ? ഇനി എന്തോ വേണം? എന്താ അയാന്റെ ആഗ്രഹം? എന്താ വലുതാവുമ്പോ എന്താവണം എന്ന് ആഗ്രഹം? ഒരു വേടനെ കണക്കൊരാളാണ്. വേടനെ കണക്ക് പാട്ട് പാടുന്ന ഒരാളാവണം. സ്വന്തമായിട്ട് പാട്ട് ഉണ്ടാക്കാനൊക്കെ അറിയോ? അങ്ങനൊന്നുമില്ല, കേട്ട് പഠിച്ച് വലുതായി അങ്ങനെ പാടി വേട ചെറിയതാണല്ലോ വലുതായി. അതാണ് ചെറുതാണല്ലോ വലുതാവുന്നത്, അതുപോലെ ആവണം. വേടൻ സ്വന്തമായിട്ടാ പാട്ട് ക്രിയേറ്റ് ചെയ്ത് പാടുന്നേ. മോൻ കേട്ട് പഠിച്ച് പാടുവോ? പഠിക്കും, പിന്നെ വലുതാവുമ്പോ പിന്നെ ഇപ്പൊ വലുതായല്ലോ നീ, ഇല്ലേ? ആയി. വീട്ടിൽ ആരൊക്കെയുള്ളേ? ഞാന്, ചേച്ചി, അമ്മ, അച്ചാമ്മ. അച്ഛൻ മരിച്ചുപോയി. ആണോ? ഈ മോൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരുപാട് പേര് മോനെ കളിയാക്കുന്നു, കളറിന്റെ പേര് പറഞ്ഞ് കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു സംഭവം? അത് ഒരു കമന്റ് ആണ്, അണ്ണനാ പറഞ്ഞു. കൊറേ കമന്റ് കൊറേ ചീത്ത കളിക്കുന്നൊക്കെ. അന്നേരം പറഞ്ഞ അങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് പറഞ്ഞ് അത് ഇഷ്ടൊന്നുമില്ല. എന്തുവായിരുന്നു അതില്? കമന്റ് കൊറേ ചീത്ത വിളിക്കുന്ന ഇന്ന കറുപ്പെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കളിയാക്കുന്നു. മോന് വിഷമം തോന്നി അപ്പോ? എന്തുവാ തോന്നിയ മോന്? അന്നേരം തോന്നി അവരതിന്നൊക്കെ കറുപ്പിന്നൊക്കെ തന്നെ എല്ലാരും വിളിച്ചായിരുന്നു. പിന്നല്ലാതെ ഈ കളറിലൊക്കെ എന്തോ ഇരിക്കുന്നല്ലേ? അങ്ങനെയൊക്കെ തോന്നി. പക്ഷെ അയാൾ സുന്ദരനല്ലേ? ഗേൾസ് ഫാൻസ് ഒക്കെ ഇല്ലേ? ഉണ്ടെന്ന് തോന്നുന്നോ? സത്യം പറ. നീ ഉണ്ട്. ഗേൾഫ്രണ്ടിന്റെ പേര് പറഞ്ഞു കേക്കട്ടെ.
അങ്ങനൊന്നുമില്ല. ഞാൻ സ്കൂളിൽ മാത്രമേ അങ്ങനെ വലിയ കമ്പനി ഒന്നുമില്ല, ഉള്ളി ബോയ്സ് ആയിട്ടാ. ആണോ? എന്താ ഗേൾസിന് ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെ തന്നെ, വല്ലപ്പോഴും ഒക്കെ മിണ്ടത്. വല്ലപ്പോഴും ഒക്കെ മിണ്ടത്തോളൂ. പക്ഷെ അത് മോശമല്ലേ? ഇടക്കിടക്ക് മിണ്ടണ്ടേ? ഉണ്ട്, എല്ലാം നോട്ട് വെക്കും എല്ലാം ചോദിക്കാൻ. അത്രേ ഉള്ളല്ലേ? പാവം കൊച്ചായ. വീട്ടിലെങ്ങനെയാ, പാവമാണോ? അങ്ങനൊന്നും ഇല്ല, പഠിച്ചില്ലെങ്കിൽ അടിക്കും. അമ്മ അടിക്കോ? പിന്നെ അമ്മ എന്തിനാ ലാസ്റ്റ് അടിച്ചേ? അടിച്ചെന്ന് വെച്ചാൽ ഇന്നടിച്ച്. എന്തിന്? എന്താണ്ട് ഞാൻ പറഞ്ഞുതരാം. ഏതാണ്ട് പറഞ്ഞെന്നല്ല, ഇന്റർവ്യൂ ചോദിച്ച് ഇനി എപ്പോഴാ ഇന്റർവ്യൂന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു പണി ഒരു നോട്ട് കംപ്ലീറ്റ് ചെയ്ത അതിന് പിച്ചാത്തി കടിച്ചു. അയ്യോ, കരഞ്ഞോ? കരയത്തൊന്നുമില്ല, അടി വാങ്ങിച്ചിട്ട് വരുവല്ലേ. അമ്മ പാവമാണോ? പാവമാണ്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേരോ? എന്റെ പേര് ഇത്രയും നേരമായിട്ട് ഇപ്പോഴാണ് എന്റെ പേര് ചോദിക്കുന്നേ. വീഡിയോ എടുക്കൂല. എന്റെ പേര് ആമി. ആമി. വീടോടാ? എന്റെ വീട് ട്രിവാൻഡ്രം. അടുത്താ. കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ, പക്ഷെ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉത്സവത്തിന് എടുത്തില്ല. എവിടെ ഉത്സവം? മൂത്തല. ആണോ? എന്നാ? 18 തോന്നുന്നു. നീ 17-18. ആണോ? ഉത്സവത്തിനൊക്കെ പോവാറുണ്ടോ? ആൾക്കാരൊക്കെ തിരിച്ചറിയൂലേ? അപ്പൊ എങ്ങനെ, തലയില് ആരും കാണാതൊക്കെ ഒളിച്ചൊക്കെ നടക്കോ? ഇല്ല, ഇത്രയ്ക്കും ഫാൻസ് ഒന്നും ഇല്ലല്ലേ. ആരാ പറഞ്ഞ അത്രയ്ക്ക് ഫാൻസ് ഒന്നും ഇല്ലാന്ന്? അല്ല, എന്നാലും ഒരു ഇതുകൊണ്ട് ഇത്രയല്ലേ ഉള്ളു. വേടിന്റെ അത്രയൊക്കെ ആവണ്ടേ? വേടിന്റെ അത്രയൊക്കെ ആവണം. പിന്നല്ല, കേരളം ഇളകി മറിയണം. അതാണോ ആഗ്രഹം? ഈ വലിയ ഇൻഫ്ലുവൻസർ ആയിട്ട് വലിയ കാശുകാരനൊക്കെ ആയിട്ട് എന്താ ചെയ്യണം എന്ന് ആഗ്രഹം? ആഗ്രഹിക്കുന്ന വെച്ചാ ഒരു ഫസ്റ്റ് വീട് പണിയണം. ഇപ്പൊ വീടില്ലേ? വീടുണ്ട്, പിന്നെ വെച്ചാ പണിഞ്ഞ് അടിപൊളി വീടാക്കണം. പിന്നെ ഒരു കാർ എടുക്കണം. പിന്നെ ഒരു ഫോൺ എടുക്കണം. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഫോണില്ലേ? ആരുടെ ഫോണിലെ വീഡിയോ ഒക്കെ എടുക്കുന്നത്? ചേട്ടന്റെ ഫോണിൽ എടുക്കുന്നത്. അപ്പൊ ഈ വരുന്ന കമന്റും കോളും മെസ്സേജും ഒക്കെ മോൻ കാണാറുണ്ടോ? വിളിച്ചു കാണിക്കും. പിന്നെ മൊത്തം അണ്ണനാ നോക്കുന്നത്. വായിക്കാൻ അറിയാമോ? അങ്ങോട്ടൊക്കെ അത്യാവശ്യം. ഇതൊക്കെ എങ്ങനെ കാണാപ്പാടം പഠിച്ചാ പറയുന്നേ? പറഞ്ഞു തരും. ഭയങ്കര പാടാ, ചിലതൊക്കെ നാക്കൊന്നും തിരികെ പെട്ടെന്ന് അടിയൊക്കെ തരുവോ? പിന്നെ ചെറുതായിട്ട് കൊട്ടൊക്കെ തരും. അടിച്ചൊക്കെയാണ് ഇപ്പൊ വീഡിയോ ചെയ്യിപ്പിക്കുന്നേ? അങ്ങനല്ല, ഇങ്ങനെ കൊട്ടൊക്കെ തരും. അങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെ അങ്ങനെയല്ലേ വളരുന്നേ. ഇനി അടുത്ത് ഇറങ്ങാൻ പോകുന്ന വീഡിയോ ഏതാ? അങ്ങനൊന്നും ഇല്ല, ആരെ കാണുന്ന അപ്പരെ അവർ ഇത് ചെയ്യും. വേറൊരു അടിപൊളി റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നല്ലോ, മറ്റേ അടി പൂക്കുറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. ആരെങ്കിലും അതിന് ശ്രീകുമാർ സാറോ ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കോ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അതിനകത്തല്ല, കുറെ വീഡിയോ ട്രോളി വരെ കമന്റ് ഒക്കെ ഇടുവായിരുന്നു. ഇപ്പൊ ഇനി അടുത്ത 6ാം ക്ലാസ്സിലാവാൻ പോവാന്നല്ലേ പറഞ്ഞത്? ഏത് സ്കൂളിലാ പഠിക്കുന്നേ? PVUPS പത്മനാഭ നാക്ക് തിരിയത്തില്ലേ? പഠിച്ച സ്കൂളിന്റെ പേര് പോലും നാക്ക് തിരിയത്തില്ലാന്ന്. ഓക്കെ, അയാന്റെ എല്ലാ വീഡിയോസും ചെയ്തു തരുന്നത് ചേട്ടനാന്ന് പറഞ്ഞില്ലേ, വൈഷ്ണവ് ചേട്ടൻ. വൈഷ്ണവ് ചേട്ടനെ കൂടി വിളിച്ചാലോ? വിളിക്കട്ടെ? വന്നാ വൈഷ്ണവ് ചേട്ടൻ വരാൻ പറഞ്ഞേ. അണ്ണാ വാ. അപ്പൊ ഇതാണ് അയാന്റെ വൈഷ്ണവ് ചേട്ടൻ. ആദ്യമായിട്ട് അയാനെ സ്ക്രീനിൽ കൊണ്ടുവന്നത് വൈഷ്ണവ് ചേട്ടനാണ്. എങ്ങനെയാ മോനെ ഇപ്പൊ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നിയത്? ആദ്യമേ ഞങ്ങള് സാധാരണ രീതിയിൽ വീഡിയോ ചെയ്തു, ഇപ്പൊ ഒന്നും വൈറലായില്ല. അപ്പോഴത്തേക്ക് ഗീവയുടെ ട്രെൻഡിങ് ഒക്കെ ഉണ്ടല്ലോ, ആ ട്രെൻഡിങ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇവനെ കൊണ്ട് ഞങ്ങൾ ഒരു ഐഫോണിന്റെ ലോകം എന്ത് സത്യമല്ലെങ്കിൽ ഞങ്ങൾ വെറുതെ പറയിപ്പിച്ച് അൾട്ര എന്ന് പറയുമ്പോൾ അട്ടയാക്കിയപ്പോൾ അതിങ്ങ് വൈറലായി. എൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞപ്പോൾ ഹേ പ്രഭു എന്ന് പറഞ്ഞ ട്രെൻഡ് വന്നായിരുന്നു, അതും ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഉണ്ണിക്കണ്ണ അങ്ങനെ കുറേ വീഡിയോ വൈറലായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ റിയാക്ഷൻ വീഡിയോയിലോട്ട് കൊണ്ടുവന്നു, അങ്ങനെ വൈറലായി. ഫസ്റ്റ് വൈറലാവുന്ന വീഡിയോ അട്ടാന്ന് പറയുന്ന വീഡിയോ ആയിരുന്നല്ലേ? അതിനുശേഷമാണ് മോനെ കൊണ്ട് ഇനിയും വീഡിയോ ചെയ്യിപ്പിക്കണം എന്ന് തോന്നിയത്? എനിക്ക് അപ്പോഴത്തേക്ക് ഇവന് ഒരുവിധം നെഗറ്റീവ് ഒന്നും വരുന്നില്ല, പക്ഷെ നല്ല സപ്പോർട്ടൊക്കെ കിട്ടുന്നു. അപ്പൊ ഞങ്ങൾ വീണ്ടും വീഡിയോ ചെയ്യിപ്പിച്ചോണ്ടിരുന്നു. ശരിക്കും അയാൻ വൈഷ്ണവ് അണ്ണനാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ഞങ്ങള് കൊച്ചിലോട്ട് അപ്പുറം ഇപ്പുറം ഉള്ളവരാണ്. ഞങ്ങള് പിന്നെ
ഇവന്റെ കൂടെ തന്നെ ഫുൾ ടൈം. അയൽവാസികളാണ്. ആ ഞങ്ങളെ വീട്ടിൽ തന്നെ ഫുൾ ടൈം കാണും. ആ ഒരു ഇതുണ്ട്. അപ്പൊ വൈഷ്ണവേട്ടന്റെ ഫോണിലാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. എന്റെ വീട്ടിലെ ഫോണിൽ എടുക്കും, പിന്നെ ചേട്ടന്റെ ഫോണിൽ എടുക്കും. ഉം. പിന്നെ എന്റെ ഫോണിലാണ് കൂടുതൽ വീഡിയോ എടുക്കും. ഈ കണ്ടന്റ് ഐഡിയാസ് ഒക്കെ വൈഷ്ണവിന്റെ തന്നെയാണോ? ആണ്. ഫുൾ ടൈം എന്നുവെച്ചാൽ റീലും കണ്ടിരിക്കും. എന്നുവെച്ചാൽ ഫുൾ ടൈം എന്ന് പറയാൻ പറ്റത്തില്ല, ഫ്രീ ടൈം ആക്കുക. അപ്പോൾ അതിൽ നിന്നുള്ള കണ്ടന്റ് കിട്ടും. എന്നിട്ട് ഞാൻ കിട്ടുന്ന കണ്ടന്റ് എല്ലാം വോയിസ് ആയിട്ട് മാറ്റിയിടും. എന്നിട്ട് ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. പാർട്ടായിട്ട് ഇവൻ ഒരു എന്നുവെച്ചാൽ ഫുൾ ടൈം ചെയ്യത്തില്ല. കട്ട് ചെയ്ത് വേണം നമ്മൾ വീഡിയോ ചെയ്യിപ്പിക്കാൻ. എൻ്റെ ഭയങ്കര മടി, വീഡിയോ എടുക്കാൻ വരാൻ ഭയങ്കര മടിയാണ്. അപ്പോ ഈ അയാൻ എങ്ങനെയാ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഇരുന്ന് തരുമോ പഠിക്കാനൊക്കെ? പഠിക്കായിരുന്നു എടുത്തില്ല. അവന് പഠിക്കാൻ ഫോൺ കൊടുത്തപ്പോൾ അടുത്ത റീലും തോണ്ടിയിരിക്കും. അപ്പൊ കഷ്ടപ്പാടാണ് വീഡിയോ എടുക്കാൻ. ഏകദേശം എത്ര ടൈം എടുക്കും ഒരു വീഡിയോ എടുത്ത് തീർക്കാൻ? അങ്ങനെ ഒരു അരമണിക്കൂർ, ഒരു 15 സെക്കൻഡിലെ വീഡിയോ ആണെങ്കിൽ അരമണിക്കൂറെങ്കിലും കൊണ്ടുപോകും. ആണോ? ഒരു 2 വീഡിയോ നിർത്താനുള്ള 100 വീഡിയോ എങ്കിലും എടുപ്പിക്കും. അപ്പൊ ഒരുപാട് ഷോട്ട് പോവും. പിന്നെ വൈഷ്ണവേട്ടനെയാണോ ഇഷ്ടം? 3 ചേട്ടന്മാരുണ്ടെന്ന് പറഞ്ഞില്ല, ഏത് ചേട്ടനെ ഏറ്റവും ഇഷ്ടം? വൈഷ്ണവേട്ടനെയാണ്. എന്തുകൊണ്ടാ? പണ്ടോട്ടായി അണ്ണനൂടെ ഒക്കെ പോകുന്നത്, എവിടെ മുടി കെട്ടാനൊക്കെ അങ്ങനെ ഇഷ്ടം. എന്തെങ്കിലും വായിച്ചൊക്കെ തരും കഴിക്കാൻ. എല്ലാം മേടിച്ചു തരുമോ കഴിക്കാനൊക്കെ? ഉം. എവിടെയൊക്കെ വൈഷ്ണവേട്ടൻ കൊണ്ടുപോകുന്നേ? ഇവരെ സ്കൂള് കറങ്ങാനൊക്കെ പോകത്തില്ല, അന്നേരം ചോദിക്കും. അന്നേരം ഞാൻ പറയും വിടത്തില്ലെങ്കിലും പോവും. അവരെ ചോദിച്ച് കരഞ്ഞൊക്കെ പോകും. അന്നേരം വിശക്കുന്ന സമയത്തിന് വായിച്ചൊക്കെ തരും. സ്നേഹമുള്ള ചേട്ടനാ അല്ലേ? ഇവന്റെ ഇപ്പൊ വീഡിയോസ് വൈറലായി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് എന്താ തോന്നിയേ? ഇവൻ ആരാക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ വീഡിയോസും വൈറലായി തന്നെയാണല്ലോ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ആഗ്രഹം എന്തായിരുന്നു? ഇവന് ഇപ്പം കുറെ കമന്റ് വരുന്നടാ, ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് പോകണം, സിനിമയിലേക്ക് കയറാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവന് അഭിനയിക്കാനൊക്കെ താല്പര്യം. അപ്പോഴത്തെ ആ രീതി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്ത് കൊണ്ടുപോകുന്നത്, സിനിമയിൽ കയറാനായിട്ട്. ചയാന്റെ ആഗ്രഹം വേടനാവണം എന്നാണല്ലോ. കൊച്ചുവേടൻ. സിനിമയിൽ കയറണോ അയാനെ? സിനിമയിൽ കയറണോ? ആരുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം? അങ്ങനെ വെച്ചാ ഇഷ്ടപ്പെട്ട നടനാരാ? ഇഷ്ടപ്പെട്ട നടൻ അല്ലു അർജുനോ? അപ്പൊ തെലുങ്കിലോട്ട് പോവാനാണോ? അങ്ങനല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട നടൻ അല്ലു അർജുന. മലയാളത്തിലാരാ? മലയാളത്തിൽ മോഹൻലാല്. ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാലോ? അഭിനയിക്കും. അപ്പൊ വേടനെ പോലെ ആവണ്ടേ? ആവണോ? അതും ആവണോ? രണ്ടും ആവണം. സിനിമയിലും അഭിനയിക്കും, വേടനെ പോലെ ആവും അല്ലേ? വേടനെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താ? വേടന്റെ സംസാരമാണോ, പാട്ടാണോ? പാട്ടാണോ ഇഷ്ടം? അതുപോലെ റാപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ, വേടൻ മാത്രമല്ലല്ലോ. നല്ല പിന്നെ ദപ്സിയുണ്ട്, മഹാഗന്റെ ഹൽമാൻ ഗെയിൻഡ്, അവരൊക്കെ അങ്ങനെയൊക്കെ അറിയത്തുള്ളു. കുറച്ചേരെ അറിയത്തുള്ളു. അതിൽ ഏറ്റവും അറിയുന്ന വേടനെ ആണ്. അപ്പൊ ഇവന്റെ ആഗ്രഹം വേടനെ പോലെ ആവണം എന്നാ. അതിനെന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുവോ? സപ്പോർട്ട് ചെയ്യും. ഇത് തന്നെ ഇവന് പാട്ട് പാടാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇവന് പഠിച്ചെടുക്കാ, ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് കട്ട് ചെയ്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. അത് പഠിപ്പിക്കണം. കുഞ്ഞല്ലേ, വളർന്നു വരുമ്പോ പഠിച്ചോളൂല്ലോ. പഠിപ്പിച്ചു വിടും. പിന്നല്ല. അപ്പൊ വൈഷ്ണവേട്ടനാണ് അയാന്റെ ബലം. ഈ വൈഷ്ണവ് എന്താ ചെയ്യുന്നേ? സ്കൂളിൽ പോവും, അല്ല കോളേജിൽ പോയിട്ട് കോളേജിൽ പോയിട്ട് എന്താ ചെയ്യുന്നേ? പഠിക്കുന്നു ഉറപ്പാണോ? വൈഷ്ണവേട്ടൻ പഠിക്കുന്നു എന്ന് ഉറപ്പാണോ? പഠിക്കുകയൊക്കെ ചെയ്യുന്നല്ലേ. നല്ല പഠിക്കോ? എത്ര സപ്ലി ഉണ്ടോ ചോദിച്ചേ? ഞാൻ +2 കഴിഞ്ഞേ ഉള്ളൂ. കോളേജ് ആയില്ല അന്ന്. ഏറ്റവും കൂടുതൽ ഇഷ്ടം വൈഷ്ണവേട്ടനാണ്. എന്നിട്ട് വൈഷ്ണവേട്ടൻ +2 കഴിഞ്ഞാരും നീ അറിഞ്ഞില്ലേ? അതൊന്നും തരാക്കത്തില്ല. അവൻ നോക്കുമ്പോ ഞാൻ സ്കൂളിൽ പോകുന്നു, വരുന്ന ബാഗും തൂക്കി പോകുന്നു, കളർ ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നു. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്നത്. എന്റെ അടുത്ത് എപ്പോഴും ചോദിക്കും, ഞാൻ +2 എന്ന് പറയും. അല്ല, അണ്ണൻ കോളേജിൽ, അണ്ണനെ കണ്ടറിഞ്ഞിവിടെയാണ്. +2 കഴിഞ്ഞില്ലേ? ഇപ്പൊ റിസൾട്ട് വന്നില്ലേ? 21. വെയിറ്റിംഗ് ആണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? എക്സാം പാടായിരുന്നു, പിന്നെ ഭയങ്കര പാടായിരുന്നു. കൂടെ ഉള്ളവരെ ഇപ്പഴും ഇതങ്ങ് പറഞ്ഞ് ഇതാക്കാലോ, വീട്ടുകാരിത് കേൾക്കണോ? കൂടെ ഉള്ളവരൊക്കെ ഈ ഏജ് തന്നെയാണോ? ഇല്ലില്ല, കൂടെ ഉള്ളവരെന്ന് വെച്ചാ വീഡിയോ എടുക്കുന്നവര് ഇല്ലില്ല, പല ഏജിലുള്ളവരുണ്ട്. എന്റെ ചേട്ടന്മാരെ കൂടുതൽ എന്നുവെച്ചാ 25 ആ ഏജ് കഴിഞ്ഞവരെ കൂടുതൽ. അവരെ സപ്പോർട്ട് കൊണ്ടാണ് ഇവന്റെ വീഡിയോ ചെയ്യുന്നത്. ആണ് ഈ കോളേജിലോ അല്ലെങ്കിൽ നാട്ടിലോ ആർക്കെങ്കിലും ഒക്കെ അറിയാം അയാന്റെ പിറകിൽ നിങ്ങളാണ് എന്നുള്ള കാര്യം? കൂട്ടുകാരന്മാർക്കൊക്കെ അറിയാം, പിന്നെ എല്ലാവർക്കും അറിയാം, മിക്കപ്പോഴും അറിയാം. പിന്നെ വെളിയിലോട്ടൊക്കെ ചെയ്യുന്നവർക്ക് കുറേ കമന്റ് ഇടുന്നുണ്ട്. കമന്റ് ഇടുന്നവർക്ക് അറിഞ്ഞൂടെ നമ്മളെ റിപ്ലൈ കൊടുക്കുന്നതെന്ന്. അവന്മാരെന്നിട്ട്
തന്തയ്ക്കൊക്കെ വിളിക്കും. പക്ഷെ അത് ഭയങ്കര മോശമാണ്. കാരണം കുഞ്ഞല്ലേ നമ്മൾ കാണിക്കത്തില്ല. കാരണം അച്ഛൻ മരിച്ചുകൊണ്ട് പിന്നെ അങ്ങനത്തെ പറയിപ്പിക്കത്തില്ല. പിന്നെ നമ്മളെല്ലാം പറയിപ്പിക്കുന്ന വെച്ചാൽ മോശം കമന്റ് ചീത്ത വിളിക്കുന്ന അത് മാറ്റി നമ്മൾ റിയാക്ട് ചെയ്തോളൂ. നമ്മുടെ അടുത്ത് കാര്യം പറയും, ബ്രോ ഇങ്ങനെയൊന്നും വിളിക്കരുത്, കാരണം അച്ഛനില്ലാത്തവൻ വിളിക്കരുതെന്ന് പറയും. നമ്മുടെ സോറി ബ്രോ ഇനി ആവർത്തിക്കത്തില്ല അങ്ങനെ പറഞ്ഞ് കുറേ പേര് പോകും. ഈ മോന്റെ അച്ഛൻ മരിച്ചിട്ട് എത്ര നാളായി? 3 വർഷമായി. 3 വർഷമായി. ഇതുപോലെ അയാനടുത്ത് ഞാൻ ഒരു കാര്യം ചോദിച്ചിരുന്നു. ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തായിരുന്നു. മോനെ കളർ വെച്ച് കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമന്റ് വന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാ അതിന് റിയാക്ട് ചെയ്തത്? പിന്നെ എന്താ തോന്നിയത് നിങ്ങൾക്ക്? റിയാക്ട് ചെയ്യുന്ന വെച്ചാൽ അവർ അക്കൗണ്ട് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അവരും വീഡിയോ ചെയ്യുന്നവരാണ്. അപ്പോഴത്തേക്ക് നിന്നെ ടോർച്ച് അടിച്ചിട്ട് കാണാൻ പറ്റുന്നുള്ളൂ, നിന്നെ കാണാൻ പറ്റില്ല, നീ എന്തിനാ വീഡിയോ ചെയ്യുന്നത്, അങ്ങനെ കുറേ കമന്റ് ഉണ്ട്. അപ്പോൾ അവർ റിയാക്ട് ചെയ്യും, ബ്രോ നിങ്ങളും വീഡിയോ ചെയ്യുന്നത് ഞങ്ങളും വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങളിത് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ നമ്മളും വീഡിയോ ചെയ്യുന്നവരും അവരും വീഡിയോ ചെയ്യുന്നവരല്ലേ, നമ്മൾ ആ നിലയിൽ കാണണം. അപ്പൊ കളിയാക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾക്ക് വിഷമായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ കേട്ടപ്പോൾ? വിഷമമാകത്തില്ലേ? കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്ന അങ്ങനെ കമന്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് വിഷമവും. പക്ഷെ കമന്റിനൊന്നും നിങ്ങൾ കമന്റിൽ തന്നെ റിപ്ലൈ കൊടുത്തിട്ടില്ലല്ലോ? മിക്ക കമന്റിലും കൊടുക്കുന്നുണ്ട്. തിരിച്ച് ഊക്കാട്ട് തന്നെ കൊടുക്കും, നല്ല രീതിക്ക് നല്ല കൊടുക്കുന്നുണ്ട്. രീതിക്ക് കൊടുക്കും. പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാട് പേരാണ്. സപ്പോർട്ടിന് കുറേ പേരുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ കുറെ പേരുണ്ട്. ഒരുപാട് പേരുണ്ട്. അയാൻ അങ്ങനെ എന്തെങ്കിലും കുറവുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ അയാനെ? അയാൻ ആരാ? ഞാൻ ആരാ ഏട്ടാ? അതെ, സിനിമയൊക്കെ കാണാറുണ്ടോ? ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? അങ്ങനെ ചോദിച്ചാൽ എങ്ങനെ പറയും? എങ്ങനെ പറയും? നീ ലാസ്റ്റ് കണ്ട സിനിമ ഏതാ ഇപ്പൊ ഇറങ്ങിയതില്? പറയാ മൊത്തം വിജയുടെ ഒക്കെ സിനിമ കാണാം. വിജയ് ഫാൻ ആണോ? വിജയ് ഫാനൊക്കെ തന്നെ. ഏറ്റവും ഇഷ്ടം അല്ലു അർജുനാ. സിനിമയൊക്കെ ഇവിടെ വിജയുടെ ആണോ? അപ്പൊ വിജയുടെ സിനിമ മാത്രമേ കാണൂ? കാണുന്ന അങ്ങനെയൊക്കെ കാണുന്നത്. കാർട്ടൂണൊക്കെ കാണാറുണ്ടോ? ഇല്ലേ? അതെന്താ? അയാൻ എന്ത് ചെയ്യാനാ ഇഷ്ടം വെറുതെ ഇരിക്കുമ്പോ? എല്ലാ ഫ്ലോട്ടുകളും ഉണ്ടാകാം. ഫ്ലോട്ട് ലോറിയൊക്കെ ഉണ്ടാക്കാം. പേപ്പറിലോ? ബൈൻഡ് ഒട്ടിക്കാത്തും കാറും അങ്ങനത്തെ ഉണ്ടാക്കും. അടിപൊളി. എന്നിട്ട് ബാക്കി അങ്ങനെ ഈ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോ എന്തൊക്കെ ചെയ്യുന്നേ പറ? വീട്ടിരിക്കുമ്പോ രാവിലെ എണീക്കുന്നു, പല്ലേക്കോ? എന്നിട്ട് ബാക്കി പറ. പിന്നെ എന്തായിരുന്നു, പിന്നെ വീട്ടിൽ ചിലപ്പം എന്തെങ്കിലും വാങ്ങും. എന്നിട്ട് അല്ലാതെ ഉണ്ടല്ലോ നമ്മളല്ല ടിന്നിലെ പെട്ടിന്ന് ടിന്നിലെ സാധനം പെയിന്റിന്റെ ക്ലേ ആണോ? ക്ലേ ഒന്നുമല്ല, നമ്മളെ പെയിന്റിന്റെ വാട്ടർ പെയിന്റ്, അത് തന്നെ. ഫാബ്രിക് പെയിന്റ്, വാട്ടർ കളർ. കളിയാക്കല്ലടാ, കളിയാക്കല്ലേ പറ. വേറെ എന്താ? വാട്ടർ കളർ കറക്റ്റ് അല്ലേ? പിന്നെ എന്തിനാ ചിരിച്ചേ? വാട്ടർ കളർ എന്ന് പറഞ്ഞ വാട്ടർ കളർ നീ പറ. അങ്ങനെ ഇടിരിക്കും. അങ്ങനെ പെയിന്റ് പടമൊക്കെ വാങ്ങിച്ച് പെയിന്റ് ഒക്കെ അടിക്കും. പടം അരച്ചടി പെയിന്റ് ഒക്കെ അടിക്കും. അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ ക്രിസ്മസിനൊക്കെ പോയി അണ്ണനെ പോലെ അപ്പേടൊക്കെ പോയി. ഇല്ല, അണ്ണനെ വേണോ ക്രിസ്മസിന് ഇനി കൊണ്ടുപോവാൻ? അണ്ണന്റെ സ്ഥലത്ത് അണ്ണന്റെ സ്ഥലത്ത് നിന്ന് കളിച്ചാ മതിയല്ലേ? ഇവിടെ വന്നാലും നല്ല ചെലവൊക്കെ ആവും. ചെലവാ, ഭയങ്കര ചെലവാ. ആണോ? പിന്നെ അല്ലാതെ പറ്റത്തില്ലല്ലേ? സോറി അണ്ണാ, ഭയങ്കര ചെലവാടാ. നിന്റെ കയ്യിൽ നിക്കുവോ? 3 കലം ചോറൊക്കെ ഒരുമിച്ച് കഴിക്കും. ചേച്ചിയുടെ വല്ലം തെറ്റി. ജനിച്ചപ്പോഴും എങ്ങനെയാടാ? ജനിച്ചപ്പോഴും അങ്ങനെ. എന്താ ചെയ്യാനാ? ഭംഗിയല്ലേ? പിന്നെ കാണാൻ കൊള്ളൂലേ? പിന്നെ സുന്ദരിയല്ലേ? ഡ്രൈവ് ഇപ്പോൾ ഇപ്പം മൂടിപ്പോ പല്ലി കിടക്കണ്ട ട്രാക്ക് കണക്കി കിടക്കുന്ന സുന്ദരിയല്ലേ? അതൊക്കെ നല്ലതാ. ഓ, ഇവിടെ ഞാൻ ഫോട്ടോ കണ്ടപ്പോ വേറെ ആളെ കണക്കിരിക്കുന്നു. ഫോട്ടോയിൽ ഏത് ഫോട്ടോ കണ്ടേ? ഒരു പച്ച ഉടുപ്പിടിങ്ങനെ. അതില് വേറെ കണ്ടോ? വേറെ ആളെ പോലെ തോന്നിയോ? നേരിട്ട് വേറെയാണോ? നേരിട്ട് വേറെ ഫോട്ടോയാണോ നേരിട്ടാണോ കൊള്ളാവുന്നേ? ഫോട്ടോയില് നേരിട്ടത് പറയണേ. എന്തുവാ? നേരിട്ട്. ചേച്ചിക്ക് കൂട്ടുകാരി എല്ലാം ഉണ്ടോ? കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. പേരൊക്കെ ഇനി പറയാനാണെങ്കിൽ അറിയാവുന്നവരൊക്കെ പറഞ്ഞു ഇഷ്ടം പോലെ ഉണ്ടടാ. ഇനി ഒരാളുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും വിഷമാവത്തില്ലേ? നമ്മൾ അങ്ങനെയൊക്കെ നോക്കണം കേട്ടോ. നീ എന്നാലും ഗേൾഫ്രണ്ടിന്റെ പേര് പറഞ്ഞില്ല. ഞാൻ അവരെയൊക്കെ പേര് പറയുന്നത്. അപ്പൊ നേരത്തെ കൂടെ കള്ളം പറഞ്ഞല്ലേ?
സത്യം പറഞ്ഞേ കേക്കട്ടെ. അയ്യേ അവന്റെ ചിരി നോക്കിയേ. അങ്ങനെ കൊറേ കൊച്ചുങ്ങളുണ്ട്, അതൊന്നും പറയത്തില്ല. കൊറേ ഉണ്ടോ? ആ അത്യാവശ്യം ഉണ്ട്. ഗേൾ ഫ്രണ്ട്സോ? എങ്ങനെ വളയ്ക്കുന്നേ? വളയ്ക്കാൻ സിമ്പിൾ ആണോ വളയ്ക്കാൻ? നീ എങ്ങനെ സംസാരിക്കുന്നത് അത് പറഞ്ഞേ. ഇപ്പൊ ഞാൻ ഗേൾ ഫ്രണ്ട് ആയിട്ട് ഇരിക്കാം, നീ സംസാരിക്കാൻ നോക്കട്ടെ. എന്നെ വളയ്ക്കാൻ നോക്ക് മറ്റേ. നോക്കട്ടെ, ചെയ്യ് നോക്കട്ടെ. ഞാൻ അങ്ങനെ ആ ഓക്കെ കമോൺ. ഓടുന്ന ചിരിച്ചിട്ടാ കരിങ്കാട്ടിൽ ആനേറിയതൊക്കെ പറഞ്ഞു കേട്ടോ, കരിമ്പൻകാട്ടിൽ ആനേറി സോറിയാണോ? ഞാനെന്തിനു ജീവിച്ചിരിക്കണ, തൊട്ടിച്ചടി ചാവ്. ഓക്കെ, നമുക്ക് കമ്മിറ്റ് ചെയ്ത പോയി. ഞാൻ നിക്കാം, വന്നോണേ. നീ നിനക്ക് എന്നെ ഇഷ്ടമാണോ? അല്ലെങ്കിൽ അല്ലെന്ന് പറയടി, നിന്റെ അടുത്ത് ഇതല്ലേ ചോദിച്ചോളൂ. ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും റീസൺ വേണ്ടേ? ചോക്ലേറ്റ് തരിക. ചോക്ലേറ്റ് നിക്കില്ല, എനിക്ക് തോന്നണ്ടേ എനിക്കും കൂടി ഇഷ്ടപ്പെടാൻ. ഞാൻ എന്തോ വാങ്ങിച്ചു തരും. പിന്നെ പറയുന്നെല്ലാം മേടിച്ചു തരുവോ? ആ ആണോ? അമ്പിളിയമ്മാനെ പിടിച്ചു തരുവോ? നമ്മളൊക്കെ ഇവിടുന്ന് ഇപ്പൊ പോയി ജെറ്റ് വിടുന്നുണ്ട് അമ്പിളിയമ്മനെ പിടിക്കും. തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നുപോലെ നോക്കുവോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാനാ? ആ ഇഷ്ടമാണ്. ആ നോക്കുന്നു. അപ്പൊ ഇഷ്ടവാ. എനിക്കിഷ്ടം. ഇങ്ങനെ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചു കൊടുത്താണോ പെണ്ണിനെ വളയ്ക്കുന്നേ? ഞാൻ എനിക്കിഷ്ടമൊന്നുമില്ല. ഞാൻ അറിയാ, എനിക്ക് അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നും ഇല്ലേ? വൈഷ്ണവേട്ടനോ ഡൈനുണ്ട്, അറിയോ അത്? ഉണ്ടാ? ആ അതറിയത്തില്ലേ നിനക്ക്? ഇത്രയും നാള് വൈഷ്ണവണ്ണ എന്ന് പറഞ്ഞ് നടന്നിട്ട് വേറെന്തുവാ ചോദിക്കോട്ട്. കള്ളത്തരം പറയാ. കള്ളത്തരോ? വൈഷ്ണവന്റെ മുഖത്ത് നോക്കിയേ, നാണം നോക്കിയേ. എന്തിനാ ഫ്രണ്ടിലേക്ക് വരുന്നേ? ഈ അണ്ണനെ ഇഷ്ടപ്പെട്ടോ? പിന്നെ വയറണ്ടവരെ വാങ്ങിപ്പോയി. വാങ്ങിപ്പോയി. ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് എത്ര കണ്ട എത്ര തോന്നിക്കും? 25. 25 തോന്നിക്കോ? അത്രയൊന്നും ഇല്ലടാ, ചെറുതാ ഞാൻ. 21. അല്ല 22. ആ വയസ്സൊന്നും പുറത്തു പറഞ്ഞോ. എന്തായാലും നീയോട് ഞാൻ പറഞ്ഞതാ, പ്രപ്പോസ് ഒക്കെ ചെയ്തല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. എത്ര? 22. എത്ര ഉള്ള? അത്രേ ഉള്ളൂന്നോ? എനിക്ക് 11 വയസ്സുണ്ട്. നിനക്ക് 11 ഉണ്ടോ? എനിക്ക് 22. നമ്മള് കറക്റ്റ് മാച്ചാ. അങ്ങനെ നിനക്ക് 11, എനിക്ക് 22. 1ന്റെ 2ന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, അല്ലേ? 2ന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. നിനക്ക് 11, എനിക്ക് 22. കറക്റ്റ് അല്ലേ? ആയിരിക്കും. ഇപ്പൊ വലുതാകുമ്പോ വീട്ടിൽ പറയണം കേട്ടോ. എന്തോ പറയും? എന്താ പറയാ? കല്യാണം കഴിക്കണ്ടേ, അപ്പൊ പറയണ്ടേ? അതൊക്കെ പറയണോ? എങ്ങനെയാ പറയുന്നേ? ഞാൻ എന്താ പറയും? എടാ എന്റെ കാര്യം വീട്ടിൽ പറയണ്ടേ? അയ്യേ അയ്യേന്നോ? നേരത്തെ എന്തിനാ പ്രപ്പോസ് ചെയ്തേ? ചുമ്മാ. സീരിയസ് അല്ലായിരുന്നല്ലേ? ഞാൻ വീഡിയോ കണ്ടല്ലേ പറഞ്ഞത്. മതി, വിഷമായി. നേരത്തെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ കിട്ടി. എന്തുവാ? അല്ല നേരത്തെ ഇത് തരണമെന്ന് പറഞ്ഞിരുന്നു. ആണോ? സന്തോഷായില്ലേ?